എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ഷാലോം ടിവിയിൽ നെല്ലും പതിരും എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം നടക്കുന്നത് കാണുകയുണ്ടായി. അതിൽ തറയിൽ പിതാവിന്റെ മനോഹരമായ ഒരു ചർച്ച കേൾക്കുവാനിടയായി. ആ പ്രോഗ്രാം കുറച്ച് ആൾക്കാരെ ചേർത്തിരുത്തിക്കൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ പ്രധാനപ്പെട്ട വിഷയമായി അവർ തിരഞ്ഞെടുത്തിരുന്നത് പ്രണയം എന്ന സബ്ജക്റ്റാണ്. അത് ഞാൻ കുറച്ച് കേൾക്കുവാൻ അവസരം കിട്ടി. ഞാനത് കേൾക്കുമ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യം, അവരുടെ ചോദ്യങ്ങൾ അത് ഓർഗനൈസ്ഡ് ആയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് പ്രിയ തറയിൽ പിതാവ് നൽകുന്ന മറുപടിയും വളരെ ഉചിതമായതാണ്. എന്നെ അതിൽ ചിന്തിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു പെൺകുട്ടി ചോദിച്ചത്, അന്യമതസ്ഥരെ പ്രേമിക്കുന്നതിൽ തെറ്റുണ്ടോ? സഭയ്ക്ക് അതിന്റെ നിലപാട് എന്താണ്? എടുത്തടിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ആത്മരക്ഷയ്ക്ക് കേടുവരുന്നതൊന്നും ചെയ്യരുത്. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അത് തന്നെയാണ് അതിന്റെ കൃത്യമായ മറുപടിയും. ആത്മരക്ഷയ്ക്ക് കേടുവരുന്നത്, അതിന്റെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തത്, അത് പ്രണയമായിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, മറ്റു തര ഇടപാടുകളായിക്കോട്ടെ, യാതൊന്നും ആത്മരക്ഷയെ ബാധിക്കുന്നത് നമ്മൾ ചെയ്യരുത് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിവക്ഷ. എങ്കിലും സംസാരത്തിലുടനീളം ശ്രദ്ധിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച കാര്യം, പ്രണയം എന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല എന്നും, എന്നാൽ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എന്നും അദ്ദേഹം പ്രബോധിപ്പിക്കുകയാണ്. അതിന് രണ്ട് തലങ്ങൾ കൂടി സൂചിപ്പിച്ചു. ഒന്ന് ഇഷ്ടവും മറ്റൊന്ന് സ്നേഹം. കൊള്ളാം. വളരെ മനോഹരമായി അദ്ദേഹം ആ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നമുക്കറിയാം, ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഡോപ്പമിൻ ഹോർമോണിന്റെ ഉൽപാദനം, അല്ലെങ്കിൽ അതിന്റെ ഒരു കളി നടത്തുന്ന ഒരു ഇടപാടാണ്. മറ്റ് ഒരു വ്യക്തിയോടെന്നല്ല, ചില സാധനങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ടാകും, ചില കളികളോട് നമുക്ക് ഇഷ്ടമുണ്ടാകും, ചില സ്ഥലങ്ങളോട് നമുക്ക് ഇഷ്ടം. ഇതൊക്കെ ഡോപ്പമിന്റെ ഒരു കളി തന്നെയാണ്. അതിൽ എതിർലിംഗത്തോട് സ്വാഭാവികമായും മനുഷ്യനൊരു അടുപ്പം വരത്തക്ക നിലയിൽ തന്നെയാണ് ദൈവം മനുഷ്യനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സെറ്റിങ്ങിൽ അത് ഇഷ്ടമായി മാറുക എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി കുറഞ്ഞ പ്രണയമാണ്. ആ പ്രണയത്തിന്റെ പ്രത്യേകത അതിന് വേരുകളില്ല എന്നുള്ളതാണ്. ആ വേരുകൾ കുറച്ചുള്ളത് തന്നെ അശക്തമായ വേരുകളുമാണ്. ഞാൻ അശക്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുൻപിലോട്ടുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കെൽപ്പുള്ളവകളാവില്ല ആ വേരുകൾ. അതുകൊണ്ട് തന്നെ പ്രിയ അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ 17 വയസ്സിൽ പ്രണയിക്കുന്ന പ്രണയമാണെങ്കിൽ അത് വലിയ നീളം പോകാത്തതാണ്. വളരെ കറക്റ്റാണ്. കാരണം ടീനേജിൽ നമുക്ക് തോന്നുന്ന അട്രാക്ഷൻ ഒരിക്കലും നിലനിൽക്കുന്ന ഒരു അട്രാക്ഷനുമാകാൻ സാധ്യതയില്ല. എതിർലിംഗത്തോട് സ്വാഭാവികമായി തോന്നുന്ന ഒരാകർഷണം, ആ ആകർഷണത്തിനകത്ത് സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പമിന്റെ ഒരു ഉൽപാദനം കൂടി വരുമ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് പിന്നെ ഏത് നിലയിലേക്കാണ് മുമ്പിലേക്ക് പോവുക എന്ന് നമുക്കറിയില്ല. അതിന് അച്ഛൻ പറഞ്ഞ ഒരു മനോഹരമായ വിഷയം പൊസസീവ്നെസ് ആണ്. കണ്ട സാധനത്തെ എനിക്ക് കൈക്കലാക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതെന്റേതാണെന്നും മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നുമുള്ള ഒരു ചിന്ത, അതാണ് അപകടകരമായ ഈ പ്രണയത്തിന്റെ ഒരു വശം. അതുകൊണ്ടാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് വെട്ടിക്കൊന്നു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. കാരണം അത് പൊസസീവ്നെസ് ആണ്. അത് സ്നേഹം എന്ന് പറയാൻ ഒക്കത്തില്ല. അതിനെ പ്രണയം എന്ന് പറയാം. പ്രണയത്തിന്റെയും ക്വാളിറ്റി കുറഞ്ഞതാണ്. അതിനകത്തൊരു സഹനശേഷിയില്ല. ഇയാളെ എനിക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ കൊന്നുകളയും. അതാണ് പ്രണയം എന്നതിന്റെ പ്രത്യേകത. പക്ഷെ സ്നേഹം എന്നത് കുറച്ചുകൂടി ഉയർന്നൊരു തലമാണ്. അത് പ്രണയത്തിന്റെ ഉയർന്ന തട്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിനകത്ത് നിലനിൽക്കുന്നത് സഹനം തന്നെയാണ്. പ്രണയം അഭ്യർത്ഥന തള്ളി എന്ന് പറഞ്ഞിട്ട് പെട്രോൾ ഒഴിക്കാനോ കത്തിക്കാനോ ഒന്നും നിൽക്കുന്നതല്ല. മാത്രവുമല്ല, അത് അപകടത്തിലേക്ക് നയിക്കുന്നതല്ല. പ്രണയിക്കുന്ന ആളിനെ
അല്ലെങ്കിൽ ആരെയാണോ പ്രണയിക്കുന്നത് അയാൾക്കൊരു അപകടം ഉണ്ടാകുമെന്നറിഞ്ഞാൽ പിന്നാക്കം മാറുന്നതാണ് ആ പ്രണയത്തിന്റെ പ്രത്യേകത. അത് ലഭ്യമായില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാതെ വിട്ടുകളയുന്നതാണ് ആ പ്രണയത്തിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ആ പ്രണയം എന്ന് പറയുന്നത് ഈ 17-18 വയസ്സുകളിൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയുമില്ല. അതിന് കുറച്ചുകൂടി മുകളിലേക്ക് ചെല്ലണം. കാരണം 17-18 വയസ്സിലൊക്കെ തോന്നുന്ന പ്രണയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഡോപ്പമിൻ ഇൻക്രീസിങ് മാത്രമാണ്. പക്ഷെ പ്രായം കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രണയം അത് ഏറെക്കുറെ സ്ഥായിയായതായിരിക്കും. കാരണം അതിനകത്ത് അവർ ഒരുപാട് കാര്യം നോക്കും. അവർക്ക് ഇണങ്ങുന്ന ബന്ധമാണോ എന്ന് നോക്കും. ഇപ്പൊ കുട്ടികൾ വൈകാരികമായി ഇണങ്ങുന്നതാണോ എന്നവർ ശ്രദ്ധിക്കും. മറ്റെല്ലാ മേഖലകളും നോക്കും. കുടുംബ പശ്ചാത്തലം ശ്രദ്ധിക്കും. ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കെൽപ്പുള്ള മാനസിക സ്ഥിതി ഇവർക്കൊക്കെ രണ്ടുപേർക്കും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇതൊക്കെ ചെക്ക് ചെയ്താണ് പ്രണയത്തിലേക്ക് നീങ്ങുന്നത്, വഴുതി നീങ്ങുന്നത്. അല്ലാതെ വഴുതി വീണു പോകുന്നതല്ല, പതിയെ പതിയെ അവർ മുന്നേറുന്നത്. അതൊരുപാട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് വരിക. അത് ഏറെക്കുറെ അറ്റം വരെ പോകുന്ന ഒന്നാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. പ്രധാനം, ഈ പ്രണയം മുൻപിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്നേഹബന്ധം മുമ്പിലേക്ക് പോകുമ്പോൾ ഒന്നും അവർക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പാണ് അതിലെ പ്രധാനം. ഒന്നും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടില്ല, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടില്ല, സാമൂഹിക സൽപ്പേരുകളും ബന്ധങ്ങളും നഷ്ടപ്പെടില്ല, ആത്മീക പശ്ചാത്തലം അവർക്ക് ഇല്ലാതായി പോവില്ല. ഈ എല്ലാ കാര്യങ്ങളും പരിഗണനയിൽ എടുത്തിട്ട് വേണം അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ഇതിലേതെങ്കിലും ഒന്ന്, ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആത്മീക കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് പ്രണയം തന്നെ വേണം എന്ന് പറയുന്നത് ബാലിശമായതാണ്, വേരുറപ്പില്ലാത്തതാണ്, അധികകാലം നിലനിൽക്കുന്ന പ്രണയവുമല്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പ്രണയത്തെ സമൂഹം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രണയത്തിലേക്ക് മുമ്പിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെങ്കിൽ, അവരുടെ സ്നേഹം നഷ്ടപ്പെടുമെങ്കിൽ അത് അപകടം പിടിച്ചത് തന്നെയാവും. അതിലേറ്റവും പ്രധാനം ആത്മിക പശ്ചാത്തലമാണ്. പഴയ നിയമത്തിൽ യഹോവയാകിയ ദൈവം മാനവകുലത്തെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ തനിക്ക് വേണ്ടി വേർതിരിച്ച് മാറ്റി നിർത്തുന്നു. അതിൽ നിന്നും ഇസഹാക്കിനെയും പിന്നീട് യാക്കോബിനെയും തനിക്ക് വേണ്ടി മാറ്റി നിർത്തുന്നു. ആ തലമുറകളോട് കർത്താവ് സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയി പറയുന്ന കാര്യം, നിങ്ങൾ ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അവർ നിങ്ങളുടെ ഹൃദയം അവരുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും. ദൈവത്തിൽ നിന്ന് നമ്മെ അടർത്തി മാറ്റിക്കളയാൻ അത്തരം ബന്ധങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായി താക്കീത് ചെയ്യുന്നത്, നിങ്ങൾ ജാതികളുമായി വിവാഹത്തിൽ ഏർപ്പെടരുത്. അവർ സേവിക്കുന്ന മറ്റ് ദൈവങ്ങളിലേക്ക് എന്റെ മക്കളെ അവർ വലിച്ചു കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം അതുപോലെ സംഭവിച്ചു കേട്ടോ. ഇസ്രായേലിലെ 3ാമത്തെ രാജാവായിരുന്ന ശലോമോന് അത് അതുപോലെ സംഭവിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ എത്തുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ശലോമോൻ ഫറവോന്റെ മകളെ കൂടാതെ സീദോന്യർ, ഏദോമ്യർ, മോവാബ്യർ, അമോന്യർ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ദൈവം ശപിച്ചു തള്ളിയിരുന്ന ജാതികളെ മുഴുവൻ, അവരുടെ സ്ത്രീകളെ ശലോമോൻ സ്നേഹിച്ചിരുന്നു എന്ന് വചനം പറയുന്നു. അവരോട് സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ ആ സ്ത്രീകൾക്ക് വേണ്ടി ശലോമോൻ ക്ഷേത്രങ്ങൾ പണിയാൻ തുടങ്ങി. അവർക്ക് വേണ്ടി പൂജാഗിരികൾ പണിയാൻ തുടങ്ങി. ദൈവത്തിനു വേണ്ടി ആലയം പണിത് ഇരുകൈകൾ മലർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാ തേജസ് ശക്തമായി ആലയത്തിലേക്ക് ഇറങ്ങി വന്നു. ആ തേജസ് ഹേതുവായി പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല എന്ന് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം പരാമർശിക്കുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്. അവിടെ പറയുകയാണ്, ശലോമോൻ അന്യജാതിക്കാരത്തികളായ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു. യഹോവയായ ദൈവം നേരിട്ട് ചെന്ന് സംസാരിച്ചിട്ട് പോലും ശലോമോനെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രത്യേകത. കാരണം അത്രയ്ക്ക് അയാള് ജാതീയ സ്ത്രീകളുമായി സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് അപകടം. ഇതേ പ്രശ്നത്തെ പൗലോസ് ലേഖൻ അഭിസംബോധന ചെയ്യുമ്പോൾ, കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലാണ് സംസാരം. പൗലോസ് പറയുന്നത്, അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുമായിട്ട് ദൈവമക്കൾക്ക് ചേരുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ ഇണയല്ല. അതുകൊണ്ട് ഇണയല്ല പിണ
കൂടരുത്, അവരുമായി കൂടരുത്, സഹകരിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവിശ്വാസികളുമായി കുടുംബ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, അവർ നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയും, ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയും, സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയാതെ വരും. ഇവിടെയാണ് അച്ഛന്റെ സംസാരത്തിന്റെ പ്രസക്തമായ ഭാഗം. നിത്യതയെ ബാധിക്കുന്നത് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയി, നിത്യതയെ ബാധിക്കുന്നതാണ് അന്യരുമായി, കർത്താവിനെ അറിയാത്തവരുമായുള്ള പ്രണയബന്ധം എന്ന് തിരുവെഴുത്ത് വളരെ അടിവരയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചോദ്യം വരും, അപ്പോൾ സ്വന്തം സഭയിലുള്ളവരെ പ്രണയിക്കാമോ എന്ന ചോദ്യം. ഇതൊരു നല്ല ചോദ്യമാണ്. ഇതിനകത്തൊരു പ്രതിസന്ധി ഉള്ളത്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരും ദൈവമക്കളുമാണെങ്കിൽ അത്തരത്തിലൊരു പ്രണയത്തിലേക്ക് പോകാൻ സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ അകത്തിരുന്ന് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ അത്തരമൊരു ബന്ധത്തിലേക്ക് ദ്വദിപ്പിക്കാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന ചോദ്യത്തിന് മറുപടിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആ നിലയിൽ വഴി നടത്തും എന്നുള്ളതിന് സംശയം വേണ്ട. എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം ഇതാണ്. അച്ഛൻ പറയുകയാണ്, നിങ്ങളുടെ തലയിൽ മാമോദീസ വീണതാണ്, നിങ്ങളെ ദൈവം വേർതിരിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ നിത്യതയ്ക്കെത്താൻ കഴിയാത്തതിൽ കൈവെക്കരുത് എന്ന്. അവിടെയാണ് എന്റെ ഒരു സംശയം ഉയർന്നു വന്നത്. മാമോദീസ അവരുടെ തലയിലേക്ക് വീണത് അവര് പറഞ്ഞിട്ടല്ല, അവരാരും ആഗ്രഹിച്ചിട്ടുമല്ല, അവരാരും യേശുവിനെ സ്വന്തം രക്ഷകനായി തിരിച്ചറിഞ്ഞിട്ടുമല്ല, അംഗീകരിച്ചിട്ടുമല്ല. അല്ലാതെയാണ് അവരുടെ തലയിൽ മാമോദീസ വീഴുന്നത്. അപ്പോൾ എന്റെ സമ്മതമില്ലാതെ എന്റെ തലയിൽ വെള്ളം വീഴ്ത്തിയത് കൊണ്ട് എന്റെ ആത്മരക്ഷ ഉറപ്പാകും എന്ന് തറയിൽ പിതാവ് ചിന്തിച്ചിരിക്കുന്നു എന്നെനിക്കറിയില്ല. എങ്കിൽ അത് അബദ്ധം തന്നെയാണ്. കാരണം എന്റെ അനുവാദമാണ് എന്റെ രക്ഷയുടെ പ്രധാനപ്പെട്ട ഘടകം. ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. അതാണ് തിരുവെഴുത്തിലുടനീളം പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം, അല്ലെങ്കിൽ തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മക്കളാകാൻ കഴിയൂ എങ്കിൽ, വിശ്വാസത്തിന് പ്രായമാകുമ്പോൾ അവരെ ഏറ്റുപറഞ്ഞുകൊള്ളും, അവരെ കയ്യിൽ വെച്ചുകൊണ്ട് അവരുടെ തലതൊട്ടപ്പൻ ഏറ്റുപറയുകയും തറയിൽ പിതാവ് തലയിൽ വെള്ളമൊഴിക്കുകയും ചെയ്താൽ ആ കുഞ്ഞ് ദൈവമക്കളായി തീരും എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അതൊരു അബദ്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൗരവമായൊരു കാര്യമാണ്. അപ്പോൾ തറയിൽ പിതാവ് പറഞ്ഞ കാര്യം വളരെ ഭംഗിയുള്ളതാണ്, മനോഹരമായതാണ്. നിത്യതയ്ക്ക് കേടുവരുന്നതൊന്നും ചെയ്യരുത്. അങ്ങനെയാണ് എങ്കിൽ ഈ ലഭ്യമാകുന്ന മാമോദീസ നിത്യതയ്ക്ക് ഗുണകരമായതാണോ, അല്ലെങ്കിൽ അത് അപകടം പിടിച്ചതല്ലേ? നിങ്ങൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ അനുവാദമില്ലാതെ അവർക്ക് നൽകുന്ന മാമോദീസ അവര് തന്നെ ഏറ്റുപറഞ്ഞെടുക്കേണ്ടതല്ലേ? അപ്പോൾ അവർ ഏറ്റുപറഞ്ഞ് പ്രായമാകുമ്പോൾ എടുക്കേണ്ടതിന് പകരം നമ്മൾ അവർക്ക് നൽകുന്ന ഈ മാമോദീസ അവരുടെ നിത്യതയെ അപകടപ്പെടുത്തുന്നതല്ലേ? ആണെന്ന് തന്നെയാണ് വചനാടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് വരുന്ന വല്ലാത്ത സംശയം, അതിനുള്ള പാകമാകുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങൾ മരിച്ചുപോയാൽ എങ്ങനെ സ്വർഗത്തിൽ പോകും? അപ്പോൾ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതിനകത്ത് വെച്ച് മരിച്ചു പോകുന്നുണ്ടല്ലോ അച്ചോ. അപ്പോൾ അമ്മയുടെ വയറിൽ ഇച്ചിരി വെള്ളം പ്രാർത്ഥിച്ച് തളിക്കുന്നത് ഗുണകരമാകാൻ സാധ്യതയുണ്ടോ? ഇവകളൊക്കെ ഈ ജനത്തിന്റെ നിത്യതയെ ബാധിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ തറയിൽ പിതാവെ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അധപ്പതനത്തിലേക്ക് നടത്തുകയാണ്. പ്രണയം അപകടത്തിലേക്ക് നടത്തുന്നു എങ്കിൽ, നിത്യതയെ നഷ്ടപ്പെടുത്തുമെങ്കിൽ, അതിനേക്കാൾ എത്രയോ വലുതാണ് യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തതിന് ശേഷം സ്നാനപ്പെടുക എന്ന പദ്ധതി അവർ ചെയ്യുവാൻ അവർക്ക് വഴി ഒരുക്കി കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് സത്യം അവർ തിരിച്ചറിയുവാനും സത്യമനുസരിച്ച് ജീവിക്കുവാനും ഈ തലമുറകളെ പഠിപ്പിക്കുന്നതല്ലേ നല്ലത്? പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ആത്മപൂർണരായി ജീവിക്കുവാനും ഈ കുഞ്ഞുങ്ങൾക്ക് പ്രബോധിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമല്ലേ? പ്രണയം എന്ന കൊച്ചുകാര്യം തീരെ കൊച്ചല്ല. അതിനർഹിക്കുന്ന ഗൗരവം തറയിൽ പിതാവ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത്രയും ഗൗരവം പോലും
മറ്റിതര ആത്മീക വിഷയങ്ങൾക്ക് സ്നാനവും പരിശുദ്ധാത്മാഭിഷേകം കൃപാവരങ്ങളുടെ പ്രയോജനവും ഒക്കെ അവകളെക്കുറിച്ച് പറയേണ്ടതിന് സമയമെടുക്കുന്നില്ല എന്നുള്ളതും അവകളെക്കുറിച്ച് കുഞ്ഞാടുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതും അപകടം തന്നെയല്ലേ? അതവരുടെ നിത്യതയെ ബാധിക്കുമെന്ന് ഉറപ്പല്ലേ? മാന്യ സുഹൃത്തുക്കളെ, പ്രണയത്തെക്കാൾ അപകടം പിടിച്ചതാണ് രക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ളത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നശിച്ചു പോകും. പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇത്യാദി വചനങ്ങൾ നേരത്തെ പറഞ്ഞ പ്രണയത്തെക്കാൾ വളരെ ഈടുറ്റതാണ്, പ്രാധാന്യമേറിയതാണ്. സൂക്ഷിക്കണം, അപകടത്തിൽപ്പെടാതിരിക്കണം. ആരും നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. തറയിൽ പിതാവടക്കം.